ആഗോള അയ്യപ്പ സംഗമം നടത്തിപ്പിൽ ദേവസ്വം ബോർഡിന് 3.40 കോടി രൂപ നഷ്ടമായെന്ന് സൂചന. കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ ഓഡിറ്റ് റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. ആഗോള അയ്യപ്പ സംഗമം നടത്തിപ്പിന് ദേവസ്വം ബോർഡ് മുൻകൂറായി 3 കോടി രൂപ നൽകിയിരുന്നു. സ്പോൺസർഷിപ്പിലൂടെ ഈ തുക തിരികെ ലഭിച്ചില്ല. ആഗോള അയ്യപ്പ സംഗമം നടത്തിപ്പിന് ബോർഡിന്റെയോ സർക്കാരിന്റെയോ ഫണ്ട് ഉപയോഗിക്കാൻ പാടില്ല എന്ന് ഹൈക്കോടതി നിർദ്ദേശമുണ്ടായിരുന്നു. സ്പോൺസർഷിപ്പിലൂടെ പണം കണ്ടെത്തുമെന്ന് ദേവസ്വം ബോർഡ് അറിയിച്ചിരുന്നതുമാണ്. പ്രവീൺ പുരുഷോത്തമൻ വിവരങ്ങളുമായി. പ്രവീൺ, ഇപ്പോൾ ദേവസ്വം ബോർഡിന് കോടികളുടെ നഷ്ടം എന്നാണോ ഇപ്പോൾ കോടതി തന്നെ പറയുന്നത്? ആഗോള അയ്യപ്പ സംഗമത്തിൽ ഓഡിറ്റ് റിപ്പോർട്ടാണോ ഇപ്പോൾ ഹൈക്കോടതിയിൽ എത്തിയിരിക്കുന്നത്? എന്താണ് കോടതിയുടെ പരാമർശങ്ങൾ, വിമർശനങ്ങൾ? ശബരിമല സ്പെഷ്യൽ കമ്മീഷണറാണ് ഹൈക്കോടതിയിൽ ഈ ഒരു ഓഡിറ്റ് റിപ്പോർട്ട് സമർപ്പിച്ചത്. ഈ ഓഡിറ്റ് റിപ്പോർട്ടിൽ ആഗോള അയ്യപ്പ സംഗമത്തിന്റെ വരവ് ചെലവ് അത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ മാത്രമല്ല, മറ്റ് ചില സുപ്രധാന വിവരങ്ങൾ കൂടി ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്നേതായാലും ഹൈക്കോടതി ഈ ഒരു ഓഡിറ്റ് റിപ്പോർട്ട് കണ്ടു, അത് പരിഗണിച്ചു. അതിനുശേഷം ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത് ഈ നഷ്ടം, അതായത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് ഇതിൽ ഒരു നഷ്ടം വന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഇത് മുദ്രവെച്ച കവറിലാണ്, വളരെ രഹസ്യ സ്വഭാവമുള്ള ഒരു റിപ്പോർട്ടാണ്. ഇത് ഹൈക്കോടതിക്ക് മാത്രമേ ഇതിൻ്റെ വിശദാംശങ്ങൾ ഇന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. ഏതായാലും നമുക്ക് ഇക്കാര്യത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് ഒരു നഷ്ടം സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. നേരത്തെ തന്നെ ഹൈക്കോടതി ആഗോള അയ്യപ്പ സംഗമം നടത്തിപ്പിൻ്റെ കാര്യത്തിൽ സുപ്രധാനമായിട്ടുള്ളൊരു പരാമർശം നടത്തിയിരുന്നു. അതായത് ഈ സംഗമം നടത്തുമ്പോൾ അതിൽ സർക്കാരിൻ്റെ ഫണ്ടോ അല്ലെങ്കിൽ ദേവസ്വം ബോർഡിൻ്റെ പണമോ ഉപയോഗിക്കരുത് എന്നൊരു കർശന നിർദ്ദേശം ഹൈക്കോടതി നൽകിയിരുന്നു. പക്ഷേ ഈ ഓഡിറ്റ് റിപ്പോർട്ടിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആഗോള അയ്യപ്പ സംഗമം നടത്തിപ്പിൽ ദേവസ്വം ബോർഡിന് നഷ്ടം വന്നു എന്നുള്ളതാണ്. സ്പോൺസർഷിപ്പിലൂടെ പണം കണ്ടെത്തും എന്നായിരുന്നു അന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വ്യക്തമാക്കിയിരുന്നത്. പക്ഷേ അത്തരം സ്പോൺസർഷിപ്പിലൂടെ പണം മുഴുവനായും കിട്ടിയിട്ടില്ല എന്നും നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ അഡ്വാൻസായി തുക നൽകിയിരുന്നു ഇതിൻ്റെ നടത്തിപ്പിനായിട്ട് ദേവസ്വം ബോർഡ്. ആ തുക നഷ്ടത്തിലേക്ക് കലാശിക്കുക അല്ലെങ്കിൽ നഷ്ടമാകും എന്ന് തന്നെയാണ് നമുക്കറിയാൻ കഴിയുന്നത്. ഇപ്പോൾ ഹൈക്കോടതി ഈ ഒരു വിഷയത്തിൽ ഈ ഒരു 10 ദിവസത്തിന് ശേഷം പരിഗണിക്കാൻ മാറ്റിയിട്ടുണ്ട്. ദേവസ്വം ബോർഡ് ഈ ഓഡിറ്റ് റിപ്പോർട്ടിൽ ദേവസ്വം ബോർഡ് കൃത്യമായിട്ടുള്ള മറുപടി നൽകണമെന്നും ഹൈക്കോടതി ഇപ്പോൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഏതായാലും 3.4 കോടി രൂപയുടെ നഷ്ടം ഇക്കാര്യത്തിൽ ദേവസ്വം ബോർഡിന് വന്നു എന്നാണ് ഈ ഒരു ഓഡിറ്റ് റിപ്പോർട്ടിൽ പരാമർശമുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഈ ഒരു ഓഡിറ്റ് റിപ്പോർട്ട് ഏതായാലും ഹൈക്കോടതിയുടെ പക്കൽ എത്തിയിരിക്കുന്നു. 10 ദിവസത്തിന് ശേഷം വീണ്ടും ഇക്കാര്യം പരിഗണിക്കും ഹൈക്കോടതി. സ്മൃതി. ശരി, പ്രവീൺ പുരുഷോത്തമനാണ് വിവരങ്ങൾ നൽകിയത്.